വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ റംന. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണെന്നറിയാം. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പിൻ്റെ കുറേ വിശേഷങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ ആദ്യത്തെ തന്നെ തുടക്കം നമ്മൾ ബാണാസുര ഡാമിൽ എങ്ങനെ ഉണ്ടാവും, എന്താണ് അവിടുത്തെ അവസ്ഥ, പിന്നെ ഈ മഴയൊക്കെ കാര്യമായതുകൊണ്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബാണാസുര ഡാമിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീഡ് ബോട്ട് അവിടെയാണ്. നമ്മൾ സ്പീഡ് ബോട്ടിൻ്റെ ടിക്കറ്റാണ് എടുത്തുള്ളത്. 5 ആൾക്കുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഗൈസ്. നമ്മളിതാ സ്പീഡ് ബോട്ട് കയറാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പത്തൂസ് ജാക്കറ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ പത്തൂസും വ്ളോഗ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മഴ വരുന്നുണ്ട്. മഴ വരുമ്പോഴേക്ക് നമുക്ക് വേഗം സ്പീഡ് ബോട്ടിൽ പോകണം. സ്പീഡ് ബോട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരവിടെ. അപ്പൊ അത് നമ്മള് ബോട്ടില് കേറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടാണ്. അപ്പൊ നമ്മള് പോവാണ് കേട്ടോ. നമ്മള് ഒന്നും പറയാൻ പറ്റില്ല, കേൾക്കൂല. മഴ പെയ്ത് ഗൈസ്. ഞങ്ങൾ കടലിന്റെ നടുക്കെത്തിയപ്പോൾ മഴ പെയ്തിരിക്കുന്നു. നമ്മൾ ബാണാസുരയുടെ നടുക്കെത്തിയപ്പോൾ മഴ പെയ്തിരിക്കുന്നു. മഴ പെയ്തിരിക്കുന്നു ഗൈസ്. മഴ കൊട വിട്ട് കൊട വെച്ചിട്ടാണ് ഞങ്ങൾ കടലിന്റെ നടുക്ക് വന്നിട്ടുള്ളത്. ശരിയാ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊറേ മുന്നൊക്കെ പോയിരുന്നു. ഇപ്പൊ അടുത്ത് ഇങ്ങനെ ഈ വെയിറ്റ് കൂടി പോയിട്ടില്ല. പക്ഷെ വെയിറ്റും ബോട്ടിന് ഒരു കാര്യമല്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നമ്മളെ ഷെയ്താതെ വന്നിരിക്കുന്നത് വളരെ ഒരു എക്സ്പീരിയൻസ് ആണ്, വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അയ്യോ അടിപൊളി അടിപൊളി മാഷാഅല്ലാ. അപ്പൊ എന്താണ് വയനാട്ടിലെ ടൂറ് പറഞ്ഞവരൊക്കെ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും നോക്കണം. അടിപൊളി വൈബാണ്. സെറ്റാണ് സെറ്റ് വൈബ്. ആരും മിസ് ചെയ്ത് ഡോണ്ട് മിസ് ഇറ്റ്. ബാണാസുര ഡാം. ബാണാസുര ഡാമിൽ വന്നാൽ മാത്രം പോരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡ് ബോട്ടിൽ തന്നെ പോകണം കേട്ടോ. സ്പീഡ് ബോട്ടാണ്. 5 ആൾക്ക് 1000 രൂപയാണ്. 2 കുട്ടികളൊക്കെ നമുക്ക് മടിയിലേക്കാൻ പറ്റൂട്ടോ. അപ്പൊ 5 ആൾക്ക് 1000 രൂപ സ്പീഡ് ബോട്ട്. ആരും മിസ് ചെയ്യരുത്. ബാണാസുര വന്നാല് അതൊരു പൊളി വൈബാണ് കേട്ടോ. ഒരു ദ്വീപ് പോലെ അടിപൊളിയാണ്. എല്ലാരും ഫുള്ള് വീഡിയോ എടുക്കണേന് തിരക്കില്ല കേട്ടോ. ഇതാണ് ബാണാസുരയുടെ ബോട്ട് എക്സ്പീരിയൻസ് ആണ്. സ്പീഡ് ബോട്ട് എക്സ്പീരിയൻസിലാണ്. അടിപൊളിയല്ലേ? നമ്മള് വയനാട്ടിൽ വന്നതിൽ ഏതാ ഏറ്റവും കൂടുതൽ അടിപൊളിയായത്? ബാണാസുര ബോട്ടിങ് പൊള്ളിയില്ലേ? ഷെയ്താന്റെ ഫോൺ എന്നാ? ഷെയ്താ ബാണാസുര അല്ല, നമ്മള് വയനാട്ടിൽ വന്ന ഈ സ്റ്റാസിന് ട്രിപ്പില് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സ്പീരിയൻസ് ഏതാണ് ഷെയ്ത? ഏതാണ്? രാവിലത്തെ ദോശയും സാമ്പാറും പിന്നെ നമ്മള് ബാണാസുരയിലെ ഈ
ബോട്ട് നമ്മളെ സെനാസ് വേൾഡ് ഉണ്ട് ഇവിടെ. സെന ഏതാ ഇഷ്ടമായത് നമ്മളിവിടെ വയനാട്ടിൽ വന്നിട്ടുള്ള ട്രിപ്പില്? ചേട്ടൻ നല്ല ചെരിച്ചു കൊണ്ടുപോകുന്നു. അതൊക്കെ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ വൈറ്റ് മാത്രം കാണാടിയാ മല അല്ലേ? അതൊക്കെ മഞ്ഞ അവിടെ അങ്ങോട്ടൊക്കെ മഞ്ഞിന്റെ ഭാഗമാണല്ലോ ഗൈസ്. കണ്ടോ വേഗം മഴയിൽ തന്നെ പോരുട്ടോ. മഴയെന്ന് കരുതിയിട്ട് ആരും ബാക്കിലോട്ട് നിൽക്കണ്ട. നമ്മളിവിടെ ഇറങ്ങാനായിട്ടാ അല്ലേ? നമുക്ക് കുറച്ചും കൂടെ നേരം കിട്ടിയെങ്കിൽ അടിപൊളിയായിരുന്നു. അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഗൈസ്, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞു നമ്മളിതവിടെ ആദ്യം തന്നെ ഇയാളോട് പറഞ്ഞാൽ അവിടെ കുറെ ആൾക്കാർ കാവലടി. നമ്മൾ ബാണാസുര വന്നിട്ട് സ്പീഡ് ബോക്സ് ഫോട്ടോ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. പോകുമ്പോൾ വലിയ ഇതൊന്നും എക്സ്പീരിയൻസിനെ കുറിച്ചൊന്നും അറിയില്ല, ഇങ്ങനെ എന്തോന്നും അറിയില്ല. പക്ഷേ 250 രൂപയാണ് ഒരാൾക്ക് പറയുന്നത്. 5 ആൾ പോവുകയാണെങ്കിൽ 1000 രൂപ. നമുക്ക് മക്കളൊക്കെ മടിയിൽ വെക്കാം. അടിപൊളി വൈബായിരുന്നു. വയനാട് വന്നാൽ ബാണാസുര സ്പീഡ് ബോട്ട് പോകാൻ ആരും മറക്കരുത്. പൊളി വൈബായിരുന്നു. കിട്ടില്ല എല്ലാവരും അവിടെ നിൽക്കുകയാണ്. ഞാനും കുട്ടിക്കുറുമ്പര് എന്ത് ചെയ്യാൻ വന്നിരിക്കുകയാണ്? കുട്ടിക്കുറുമ്പ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് മുങ്ങിക്കുകയാണ്. അപ്പം ഞാനും കുട്ടിക്കുറുമ്പനും ഐസ്ക്രീം എന്ന വിശേഷങ്ങളും പിന്നെ കുറേ വിശേഷങ്ങൾ നിങ്ങളോട് ഈ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മളെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം നമ്മുടെ കൂട്ടുകാരാരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കുഞ്ഞു ബെല്ലൈക്കനും ഷെയറും ലൈക്കും കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നേരം ബൈ ബൈ, ടേക്ക് കെയർ.